അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള ഖതമുൽ ഖുർആൻ മജ്ലിസിലൂടെ ഖതം ഓതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് 1700ഓളം ദിവസങ്ങൾ പിന്നിട്ടിട്ടുള്ള ഒരു മജ്ലിസിലാണ് നാം നിലകൊള്ളുന്നത്. നാം ഓതിക്കൊണ്ടിരിക്കുന്നത് 6ാമത്തെ ഖതമാണ്. ഇൻഷാ അല്ലാഹ് റമദാൻ 1 അത് നമുക്ക് വഴങ്ങുകയും അന്ന് തന്നെ പുതിയ ഖതം നമുക്ക് തുടങ്ങുകയും വേണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 150 ദിവസത്തിന് മുമ്പാണ് ഈ ഖതം ഓതാൻ വേണ്ടി നാം തുടക്കം കുറിച്ചത്. 150 ദിവസം എത്തിയിട്ടാണ് നാം ഈ ഖതം വഴങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഖതം വഴങ്ങാൻ വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങി തയ്യാറാവൽ ആവശ്യമാണ്. അള്ളാഹുവെ, ഞാൻ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഓതി തുടങ്ങിയ ഖതമാണ്. ഒരേ പേജ്, ഒരേ ഏട്, 2 ഏട് പലവട്ടമൊക്കെ ഓതി തെറ്റുകൂടാതെ ഇങ്ങനെ ഓതി വന്ന ഖതം ഇൻഷാ അല്ലാഹ് റമദാൻ 1 വഴങ്ങാണ്. ആ ഒരു മാനസികമായൊരു സന്തോഷം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ഖതം വഴങ്ങാൻ വേണ്ടി നാം ഒരു സാഹചര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കണം. മക്കളോടൊക്കെ പറയണം, ഉമ്മച്ചി ഓതിക്കൊണ്ടിരിക്കുന്ന, അല്ലെ വാപ്പ ഓതിക്കൊണ്ടിരിക്കുന്ന ഖതം വഴങ്ങുന്ന ദിവസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖതം വഴങ്ങുന്ന സദസ്സിലേക്ക് ചീരണി എന്തെങ്കിലും കരുതി വെക്കണം. അതുകൊണ്ടായിരിക്കണം അന്ന് നോമ്പ് തുറക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഖതം ദുആ മജ്ലിസിൽ ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി ദുആ ഹദിയകൾ അയച്ചും അതുപോലെ തന്നെ ദുആ ചെയ്യാനൊക്കെ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ഇറക്കണം. നമ്മൾ ദുആ സ്വീകരിക്കാൻ പല കാരണങ്ങളും പറയുന്നത്. ദുആ സ്വീകരിക്കാൻ ദുആൻ്റെ മുമ്പ് ചെയ്യേണ്ട പല കാര്യങ്ങളും പറയേണ്ട. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ മനസ്സ് ശുദ്ധമാവുക, നമ്മൾ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുക, പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടുക. നമ്മൾ ഖുർആനുമായി ആണ് ബന്ധപ്പെടുന്നത്. അതുപോലെ ഖതം വഴങ്ങുന്നതിന് മുമ്പ് ഹദിയകൾ, സ്വതക്കകൾ നൽകുക. മരിച്ചുപോയ ഉമ്മയുടെ, ഉപ്പയുടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ ഒക്കെ പേരിൽ ഹദിയകൾ, സ്വതക്കകൾ നൽകലും ഖതം നമ്മുടെ ദുആ സ്വീകരിക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞതായി കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഞാനൊക്കെ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ആണ്ട് വരുമോ അല്ലെങ്കിൽ അവരുടെ പേരിൽ ഖതമൊക്കെ ഓതുമ്പോൾ സ്വന്തമായിട്ട് ഓതുകയാണെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് ഓതിപ്പിക്കുകയാണെങ്കിൽ പോലും നമ്മൾ അവരുടെ പേരിൽ ഹദിയകൾ കൊടുക്കാറുണ്ട്. കാരണം എന്താണ്? ആ ഒരു സന്തോഷം അവരുടെ ഖബറിലേക്ക് എത്താൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ റമദാൻ 1 ഖതം വഴങ്ങുമ്പോൾ അതിന് മുമ്പായിക്കൊണ്ട് നിങ്ങളുടെയൊക്കെ കഴിവനുസരിച്ച് ഖതമുൽ ഖുർആൻ മജ്ലിസിലേക്ക് ഹദിയ അയക്കുക, സ്വതക്ക അയക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അയക്കുന്ന ആളുകളുടെ പേരും വിവരവും ദുആ വസിയത്തും ഒക്കെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. Welcome to the Khatmul Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة. أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر ينبأ الإنسان يومئذ بما قدم وأخر بل الإنسان على نفسه بصيرة ولو ألقى معاذيره لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنه فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه كلا بل تحبون العاجلة وتذرون الآخرة
وجوه يومئذ ناظرة إلى ربها ناظرة ووجوه يومئذ باسرة تظن أن يفعل بها فاقرة كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى أيحسب الإنسان أن يترك سدى ألم يك نطفة من مني يمنى ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഓതിയ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തെങ്കിലും ഭാഗപ്പോഴൊക്കെ വന്നവൻ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഖതമ തീർക്കുവാനും ഇനി ധാരാളം ഖതമുകൾ ഓതാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നാം ഒരുമിച്ച് കൂടുന്നത്, നാം ഇരുന്ന് ഓതുന്നത്, ദുആ ചെയ്യുന്നതൊക്കെ അള്ളാഹു സ്വീകരിച്ച് ഇതിൻ്റെയൊക്കെ പ്രതിഫലം ഖബറിലേക്ക് എത്തിച്ചു കൊടുത്തതുകൊണ്ട് ഖബർ അള്ളാഹു സന്തോഷത്തിന് റാഹത്തിലൊക്കെ ആക്കി നൽകട്ടെ. ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്. കാസർഗോഡുകാർ എന്നല്ല കേരളക്കാർ മറക്കാത്ത ഒരു ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു മഹാസമ്മേളനമായി കേരളക്കാർക്ക് മറക്കാൻ കഴിയാത്ത, പ്രത്യേകിച്ച് കാസർഗോട്ടുകാർക്ക് മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ജനസമുദ്രമാണ് ഇന്നലെ ഇവിടെ ഒഴുകിയെത്തിയത് കാസർഗോഡ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണാർത്ഥം സാമ്പത്തികമായി ചെലവഴിച്ചവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ നാം ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്തമ് നമുക്ക് പറഞ്ഞതുപോലെ തന്നെ റമളാൻ 1 തന്നെ വഴങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പല ഉമ്മമാരും ഉപ്പമാരും ഒരു ഖത്തമല്ല 2, 3, 4, 5 ഖത്തം വരെ ഓതുന്നവരുണ്ട്. ഓതിക്കൊണ്ടിരിക്കുന്നവരൊക്കെ നോമ്പിന് മുമ്പായി തന്നെ അത് തീർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് പലവരും ഹദിയകൾ അയച്ചിട്ടുണ്ട്. ഞാനൊന്ന് എഴുതിയെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ദുആയിൽ ഇപ്പോൾ ഉൾപ്പെടുത്താത്തത്. നിങ്ങൾ എന്തെങ്കിലും ഹദിയ അയച്ചിട്ട് അത് എനിക്ക് മനസ്സിന് സംതൃപ്തിയാവുന്ന രീതിയിൽ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതൊരു വിഷമമായത് കൊണ്ടാണ്, എഴുതിയെടുത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ദുആയിൽ ഉൾപ്പെടുത്താത്തത്. ചില ആളുകൾ അയച്ചു തന്നത് ആരുടേതാണെന്ന് മനസ്സിലായിട്ടില്ല. വാട്സപ്പിൽ നിങ്ങളെ എനിക്ക് മനസ്സിലാകാൻ ഞാൻ സേവ് ചെയ്ത നമ്പർ വേറെയായിരിക്കും. ജിപേയിലുള്ള ഗൂഗിൾ പേയിലുള്ള നമ്പറും നിങ്ങളെ പേരും വേറെയായിരിക്കും. ചില ആളുകൾ മറ്റുള്ളവരെ കൊണ്ട് അയക്കുന്നതായിരിക്കും. ആയതുകൊണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കാറുള്ളതിൽ വിടണമെന്ന് അറിയിക്കുന്നു. ഒപ്പം ദുആ വസിയത്തും അറിയിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദത്തൈൻ ഓതി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. إلى حضرة نبينا سيدنا وشفينا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم أوصل بلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا سيدنا وحبيبنا محمد صلى الله عليه وسلم. اللهم إلى أرواح جميع الأنبياء والمرسلين. اللهم إلى أرواح أصحاب البدريين وسائر صحابة رسول الله صلى الله عليه وسلم. اللهم إلى أرواح صالحين وصديقين والشهداء وأولياء الله تعالى كلهم أجمعين. اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامة تليق بها لا درجاتهم يا رب العالمين. اللهم بحقهم وبجاههم اللهم سلمنا وسلم أهلنا في الدارين وبحقوق هؤلاء الشرفاء العظماء المذكورين. اللهم إلى أرواح من ماتوا من آبائنا وأمهاتنا وإلى أرواح من ماتوا من أهلنا من أقاربنا وإلى أرواح من ماتوا في بلدنا. اللهم إلى أرواح من ماتوا منا. اللهم إلى أرواح جميع المسلمين والمسلمات والمؤمنين والمؤمنات. اللهم أنس وحشتهم وآمن دوءتهم ونفس غربتهم ونفر محلتهم وارفع درجتهم. اللهم تقبل حسناتهم وتجاوز عن سيئاتهم واجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم انصر المسلمين في كل مكان يا رب العالمين. اللهم أحينا الكتاب والسنة وأمتنا مع الإيمان والتوبة يا ذا الجلال والإكرام. اللهم يسر يسيرنا وسكر أمورنا وقضي حاجاتنا وحاجة من أوصانا واشفي أمراضنا وأمراض مرضانا وأمراض من أطعمنا وأمراض من أعاننا وأمراض من أوصانا بالدعاء نفسية وقلبية ظاهرية وباطنية واشفيها شافيها كافيها معافيها رب العالمين وبحقوق هؤلاء الشرفاء العظماء المذكورين. പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മാനുറഹീമായ അല്ലാഹ് ഞങ്ങളോട് ഓതിയ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്മ നീ കബൂലാക്കണേ അല്ലാഹ്. അത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതിൻ്റെ ഒക്കെ സവാബിന് അല്ലാഹു എല്ലാ അമ്പിയാക്കൾ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ മശായിഖന്മാർ ഖൈറിൻ്റെ അഹ്ലുകാർ ശുഹദാക്കൾ സിദ്ദീഖീങ്ങൾ അഹ്ലു ബൈത്തിൻ്റെ ഒക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹു. മഹാത്തുൽ മുഅ്മിനീങ്ങളെ ത്വാബീങ്ങളെ താബീങ്ങളുടെ അസ്ഹാബുൽ ബദരീങ്ങളെ ഹുദീങ്ങളെല്ലാ സഹാബത്തെ ഖിറാമിൻ്റെ ഹദ്റത്തിലേക്കും എത്തിക്കണേ റഹ്മാനെ. അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ ദറജകളെ സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്തുകൾ ഞങ്ങളുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാഹ്. ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഇബാദത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹ്. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. നിന്റെ
റിള ലഭിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മൗഫറത്തിന്റെ കവാടങ്ങൾ, നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്നിരുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി, സന്താനങ്ങൾക്ക് വേണ്ടി, കൂട്ടുകുടുംബാദികൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ വസിയ്യത്ത് ചെയ്തവർ, മരണപ്പെട്ടു പോയ ഉപ്പയുടെ, ഉമ്മയുടെ, കൂട്ടുകുടുംബാദികളുടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ പേരിലൊക്കെ ഹദിയ അയച്ച് തന്നുകൊണ്ട് അവരുടെ ആണ്ട് ദിവസങ്ങളൊക്കെ വരുന്ന സമയങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, 7-40 ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ ഒരുപാട് ആളുകൾ ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹു എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ഖബറൊക്കെ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മഹൽ ഫദ്ലും കൊണ്ട് അല്ലാ, ആരൊക്കെ മരണപ്പെട്ടു അവരുടെ മഗ്ഫിറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനെ തെറ്റുകൂടാതെ ഖതം ഓതി അവരുടെ ഖബറിടത്തിലേക്ക് വഴങ്ങണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയോ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടുമ്പോ ഞങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ഖതം ഓതി ദുആ ചെയ്യുന്ന കുടുംബങ്ങളെ, സന്താനങ്ങളെ, കൂട്ടുകുടുംബാദികളൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിലുള്ളവന് മജ്‌ലിസിലുണ്ട് അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ലാ. സാമ്പത്തിക, മാനസിക, ശാരീരിക പ്രയാസങ്ങൾ, ഇടങ്ങേറുകളിൽ നിന്നൊക്കെ നീ സലാമത്ത് നൽകണേ അല്ലാ. കടം കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുടെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കടക്കാരായിക്കൊണ്ട് ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല റഹ്മാൻ. അള്ളാഹുവെ, വിവാഹമൊക്കെ ഉറപ്പിച്ച മക്കളുണ്ട്. എങ്ങനെ മക്കളെ വിവാഹം ചെയ്തയക്കുമെന്ന് കൊണ്ട് പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന രക്ഷിതാക്കളുണ്ട്. നിന്റെ ഖജനാ വിശാലമാണല്ലോ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ വിവാഹം റാഹത്തായ രീതിയിൽ നടത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള വഴികളൊക്കെ നീ തുറന്നു നൽകണേ അല്ലാ. വിവാഹം ആലോചിക്കുന്ന ഭാര്യയെ അന്വേഷിക്കുന്ന, ഭർത്താവിനെ അന്വേഷിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട് റബ്ബേ. സ്വാലിഹീങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ദീനുള്ളവരെ നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ സന്താനങ്ങൾ, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ പേരക്കുട്ടികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെല്ലാവരും, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ദീനുള്ളവരാക്കണേ അല്ലാ. നിന്റെ താഴത്തിലും പൊരുത്തത്തിലുമായി കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളൊക്കെ മഈശത്തിന്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ജോലിയിൽ ഖൈറും ബർക്കത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറായ ജോലിയൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, സ്വദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, വിദേശത്തും സ്വദേശത്തും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറിന്റെ, സലാമത്തിന്റെ, റാഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ വഴികളൊക്കെ നീ തുറന്നു നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പഠന വൈകല്യമുള്ള മക്കളുണ്ട് റബ്ബേ. നാഫിയായ ഓർമ്മ ശക്തി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അനുസരണയില്ലാത്ത മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അല്ലാഹുവേ, അനുസരണ നൽകണേ അല്ലാ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരുണ്ട്. ഉമ്മയോടും ഉപ്പയോടും കയർത്ത് സംസാരിക്കുന്നത് ദേഷ്യപ്പെടുന്നവരുണ്ട്. അല്ലാഹു, എല്ലാവർക്കും നീ സലാമത്തും രക്ഷയും നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും അർളിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വജൂ ശരീഫ് കണ്ടുകൊണ്ട് സന്തോഷിച്ച് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിൽ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ സക്കറാത്ത് എളുപ്പമാക്കി തരണേ അല്ലാ. മരണം നന്നാക്കി തരണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. آمين. تقبل الله. اوصيكم بالدعاء. السلام عليكم ورحمة الله وبركاته.